2 വീഡിയോ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഹണി റോസ് ഷാർജയിൽ വന്ന സമയത്ത് അവിടെ കുറേ അധികം ക്രൗഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വല്ല വീഡിയോസൊക്കെ കുറേ പേര് തട്ടിവിട്ടു. അതിൽ കുറേ ആൾക്കാർ ബോച്ചെ ബോച്ചെ എന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി, കിട്ടും. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ബോച്ചെ എത്രമാത്രം സപ്പോർട്ടിങ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്രൗഡ് അവിടെ കൂടിയത്. അല്ലാതെ ഹണി റോസിൻ്റെ ഒരു വലിപ്പം കണ്ടിട്ട് എത്ര ഒരു ഇഷ്യൂ കഴിഞ്ഞ് വന്നതിൻ്റെ ഇതുകൊണ്ട് ഇത് വെച്ചിട്ടല്ല കൂടുന്നത്. പിന്നെ കുറേ ബംഗാളികൾ ഇഷ്ടംപോലെ വന്ന് കിടപ്പുണ്ട് അവിടെ. അവരും കുറേ ആൾക്കാരുണ്ട്, വേറെ ആരുമില്ല. പിന്നെ ഇപ്പം എന്തുകൊണ്ട് നമ്മൾ ബോച്ചയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ദയാർത്ഥം എന്ന് പറയുന്ന രീതിയിൽ പിടിച്ച് ജയിലിൽ 3-4 ദിവസം ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഒരുപാട് വലുതായതേ ഉള്ളൂ. ഇപ്പം ചെയ്യുന്ന ഒരു തക്കാളിപ്പെട്ടി കൊണ്ടിരുന്ന ഒരു ചേച്ചീനെ കൊണ്ടുവന്നൊരു കടയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് വലിയ കാര്യം. പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ഇതിൽ ഒരു പെർസെൻറ്റേജ് കാര്യങ്ങളും ഹണി റോസിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എത്രയോ ലക്ഷങ്ങളും കോടികളും മേടിക്കുന്നുണ്ടല്ലേ, കുറേ വർഷങ്ങളായിട്ട് ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും പാവത്തുങ്ങൾക്ക് 1 രൂപ കൊടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ചികിത്സയ്ക്കായിട്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. അവരുടെ പ്രൊഫൈൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു സംഭവമാണ്. മിക്കവാറുള്ള നടിമാരെല്ലാം അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട്. ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ പ്രൊഫൈൽ എടുത്താൽ തന്നെ അറിയാം. അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. അവരെ ശരീരം എങ്ങനെ ഏത് രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ട് കൂടുതൽ റീച്ച് വാങ്ങിക്കുക എന്നുള്ള അവർ നോക്കുന്നത്. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഞാൻ പറഞ്ഞൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഷെയർ ചെയ്യുക.